മറ്റൊരു വാർത്തയിലേക്ക്. വർക്കല പാപനാശം ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്കുള്ള പ്രവേശനം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ നിരോധിച്ചു. ജില്ലാ കളക്ടർ ജെറോമിക് ജോർജാണ് ഉത്തരവിട്ടത്. അപകടമുണ്ടായതിന് പിന്നാലെ വർക്കല നഗരസഭയും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ആദിൽ പാലോടുണ്ട്. ആദിൽ, ഈ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ പരിപാലന ചുമതലയുണ്ടായിരുന്ന കമ്പനിയുടെ ആളുകൾ ഉൾപ്പെടെ ഈ അപകടമുണ്ടായതിനു ശേഷം അവിടെ നിന്ന് മുങ്ങി എന്ന റിപ്പോർട്ടുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വീണ്ടും അപകടമുണ്ടാകാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇതിന് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണോ ഇപ്പോൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുന്നത്? സുരക്ഷാ പരിശോധനകൾ നടത്തി അത് പൂർണ്ണ സജ്ജമെന്നും ഈ നിർമ്മാണത്തിൽ യോഗ്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും വ്യക്തമായാൽ മാത്രമേ ഇനി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തുറക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാകുന്നത്. ജില്ലാ കളക്ടർ തന്നെ ഇക്കാര്യത്തിലൊരു നിർദ്ദേശം നൽകി ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സണാണ് ജില്ലാ കളക്ടർ. ആ ഒരു അധികാരം കൂടി പ്രയോഗിച്ചുകൊണ്ടാണ് വർക്കലയിൽ അപകടമുണ്ടായ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അതിലേക്കുള്ള പ്രവേശനം നിർത്തിവെക്കാനുള്ള ഉത്തരവ്, പ്രവേശനം വിലക്കി നിരോധിച്ചുകൊണ്ടൊരു ഉത്തരവ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. നേരത്തെ തന്നെ അത് പ്രവേശനം വിലക്കിയിരുന്നു. വർക്കല നഗരസഭാ ചെയർമാൻ സ്ഥലത്തെത്തി ഇനി ഒരു പ്രശ്നങ്ങളൊക്കെ മാറി ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നത് വരെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കരുതെന്ന് നിർദ്ദേശിച്ചിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ കളക്ടറും അത്തരത്തിലൊരു ഉത്തരവിട്ടിരിക്കുകയാണ്. ഓക്കെ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. വർക്കലയിലെ അപകടമുണ്ടായിട്ടുള്ള പാപനാശം ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. ജില്ലാ കളക്ടറുടെ ഉത്തരവുണ്ടായിരിക്കുന്നത്.